വിശദമായി ബജറ്റ് സംബന്ധിച്ച വിശകലനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്നാണ് സംസ്ഥാന ബജറ്റ്. കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകൾ തുടരുന്നതിനിടെയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ജനങ്ങളുടെ മേൽ അധിക ബാധ്യത വരുത്താതെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ബജറ്റിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. രാവിലെ 9-നാണ് ബജറ്റ് പ്രസംഗം. ധനമന്ത്രിയുടെ വസതിയിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി എസ് ഷീജ, ഒപ്പം നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് നിർഭൻ ചക്രവർത്തി എന്നിവർ ചേരും. ആദ്യം ഷീജയിലേക്കാണ്. ഷീജ, 9 മണിയോടുകൂടി ബജറ്റ് പ്രസംഗം ആരംഭിക്കാനിരിക്കുന്നു. എപ്പോഴായിരിക്കും ധനമന്ത്രി വസതിയിൽ നിന്ന് പുറപ്പെടുക? വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും ഈ ബജറ്റിൽ വെച്ച് പുലർത്തുന്നുണ്ട്. ഒപ്പം കൂട്ടിച്ചേർത്ത് വായിക്കണം, കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തികമായി കേരളത്തിന് ഉണ്ടാക്കുന്ന ഞെരുക്കലിനിടയിലാണ് ഈ ബജറ്റ് അവതരണം എന്നതും. തീർച്ചയായും കാവ്യ, ഏതായാലും കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേന്ദ്രം സംസ്ഥാനത്തെ വല്ലാത്ത രീതിയിൽ ശ്വാസം മുട്ടിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തുന്ന ബജറ്റ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സംസ്ഥാന ബജറ്റിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി സംസ്ഥാനം നേരിടുന്നത് എന്നുള്ള കാര്യവും. പ്രത്യേകിച്ചും എല്ലാ മേഖലയിലും ഒരുപോലെ ഇടപെട്ടുകൊണ്ട് വലിയ തോതിൽ സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു എന്നുള്ളത് തന്നെയാണ് കേന്ദ്രത്തിന്റെ നടപടികൾ ആ രീതിയിൽ തുടരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ബജറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് വലിയ തോതിലുള്ള ഒരു ഇടപെടൽ ഈ ഒരു ബജറ്റുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടി വരും. പ്രത്യേകിച്ചും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു ബജറ്റ് അത് തന്നെയാണ് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങളെ അധികമായി ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ വരുമാന വർധനവ് അത് ഉണ്ടാക്കാനുള്ള നടപടികൾ തന്നെയായിരിക്കും ബജറ്റ് പ്രാധാന്യം നൽകുക. ആ രീതിയിലുള്ള നടപടികൾക്ക് തന്നെയായിരിക്കും പ്രാധാന്യം നൽകുക. പ്രത്യേകിച്ചും ഇപ്പോൾ ധനമന്ത്രിയുടെ വീട്ടിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ഒക്കെ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ബജറ്റിന്റെ അന്തിമ കോപ്പിയുമായി ഗവൺമെന്റ് പ്രസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നതായിരിക്കും. അതിനുശേഷം അത് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന് കൈമാറുന്നതായിരിക്കും. തുടർന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് നിലവിലിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസമൊക്കെ ബജറ്റിന്റെ തയ്യാറെടുപ്പിനിടയിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ നികുതി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും. പക്ഷേ അത് അധിക ബാധ്യത ജനങ്ങളിൽ ഏൽപ്പിക്കാത്ത തരത്തിലുള്ള നടപടികളായിരിക്കും ഉണ്ടാകുക. ഒപ്പം തന്നെ വരുമാന വർധനവിലൂടെ മാത്രമേ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും സംസ്ഥാനത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് പോലെ വലിയ തോതിൽ ഒരു തുക പോലും ഒരു പദ്ധതിക്ക് വേണ്ടിയും നീക്കിവെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, അത്തരത്തിലൊരു സാഹചര്യം സംസ്ഥാനത്തില്ല. കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വെച്ചിരുന്നു. അതിൽ തന്നെ വ്യക്തമാക്കുന്നത് ദേശീയ ശരാശരിയെക്കാളും വളർച്ച സംസ്ഥാനത്തിന് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ വളർച്ച നിലനിർത്തിക്കൊണ്ട് സംസ്ഥാനം കൂടുതൽ വരുമാനം വർധനവ് അത് ആ രീതിയിൽ ഉള്ള ലക്ഷ്യമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ജനങ്ങളെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും. വികസന പദ്ധതികൾക്ക് നമുക്കറിയാം LDF സർക്കാർ പ്രത്യേക ഊന്നൽ തന്നെയാണ് ഓരോ ബജറ്റിലും നൽകുന്നത്. അത് ഇത്തവണ ആ രീതിയിൽ തന്നെ ഉണ്ടാകും. ഓരോ മേഖലയ്ക്കും അതിൻ്റെതായ രീതിയിൽ അർഹിക്കുന്ന പ്രാധാന്യം നൽകും. പക്ഷെ കൂടുതൽ വരുമാന വർധനവായിരിക്കും ലക്ഷ്യമിടുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ.